നമുക്ക് പഴം ഉപയോഗിച്ചൊരു കുമ്പളപ്പം ഉണ്ടാക്കിയാലോ. അതിനൊരു പാത്രത്തിലോട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ ചേർക്കുന്ന സാധനത്തിൻ്റെയൊക്കെ അളവ് കൂടുതലോ കുറവോ ഒക്കെ നമ്മൾ ഇഷ്ടാനുസരണം ചേർക്കാം. പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ജീരകപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഈ ജീരകപ്പൊടിയുടെ സ്ഥാനത്ത് ചുക്കുപൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇപ്പം പാളയംതോടൻ പഴമാണ്. വേറെ ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ശർക്കര പാനിയാക്കി വെച്ചേക്കുന്നത് കുറേശ്ശെ ഒഴിച്ച്, മൊത്തം കൂടി ഒഴിച്ച് കൊടുക്കല്ലേ, കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വഴനയില അഥവാ കുമ്പളയിലക്കകത്തോട്ട് ഈ മാവ് വെച്ച് അടുപ്പത്ത് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം, ആവി പുഴുങ്ങിയെടുക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.